വെൽക്കം ബാക്ക് ടു മൈ സോളോ ട്രാവലിംഗ് പാർട്ട് 7. ഞങ്ങൾ കാണുന്ന കൂട്ടമായി നിൽക്കുന്ന സ്വിങ്സ് ആണ്. ഞാനിപ്പോഴും ആർട്സ് ആൻഡ് സയൻസ് സെൻറ്ററിൻ്റെ അകത്ത് തന്നെയാണ്. പണ്ടത്തെ ടെക്കീഷ്യസ് കാസിൽ ഓർമ്മ ഉണ്ടോ? അത് ഞാൻ കളിക്കാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു വേർഷനായിട്ടാണ് ഇതെനിക്ക് തോന്നിയിരിക്കുന്നത്. കുറേ സ്വിങ്സ് ഉണ്ട് ആൻഡ് ഇറ്റ് ഗിവ്സ് യു ഇല്യൂഷൻ. യെസ്, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഈ സംഭവം കാണുന്ന പോലെയൊന്നുമല്ല ഗൈസ്. നമ്മളതിൻ്റെ മേലെ കയറിക്കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ പാറ്റേൺ, ആ സീക്വൻസ്, അത് ഭയങ്കര ഇല്യൂഷനാണ് നമുക്ക് തരുന്നത്. ഞാൻ ഈ സ്വിങ്ങിലെ പോവാണ്. ഇത് ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഇത് നമ്മളിങ്ങനെ ക്ലൈംബ് ചെയ്യുമ്പം താഴെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. താഴെ കാണുന്ന മൂവിങ് ഒബ്ജക്ട്സിൻ്റെ സ്പീഡല്ല കേട്ടോ. ആക്ച്വലി നമ്മൾ സ്വിങ്ങിൻ്റെ മേലെ കയറിയിട്ട് ഒരു സ്വിങ്ങിൽ നിന്ന് അടുത്ത സ്വിങ്ങിലേക്ക് പോകുമ്പം ആ സ്പീഡൊക്കെ ആക്സിലറേറ്റ് ചെയ്തിട്ട് നല്ല സ്പീഡിൽ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു മൂവ് ഫ്രം വൺ സ്വിങ് ടു അനദർ. ഇവിടെ പിള്ളേരൊക്കെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് തന്നെ നമുക്ക് കാണാം. മേ ബി അവർ വിചാരിക്കുന്നുണ്ടാവും ഒരു സ്പേസ് വാക്ക് ചെയ്യാണ്, സ്റ്റാർസൊക്കെ ഇങ്ങനെ താഴെ കൂടെ പോകുന്ന ഒരു ഫീലിങ്ങും. ആൻഡ് ഇഫ് ദേ ലെറ്റ് ഗോ ഓഫ് ദറ്റ് സ്വിങ് ദേ മൈറ്റ് ഫോൾ ഇൻ ടു ദ ഡെപ്ത്സ്. അങ്ങനെയൊക്കെയുള്ളൊരു ഫീലായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. എനിക്കെന്തായാലും അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. And this felt so real and it was so good coming here. You'll have to come here and experience the beauty of science, guys. So good. പിള്ളേർ ഉണ്ടാക്കി വിട്ട എയറോപ്ലെയിനൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ലാസ് വെഗാസ്, അവിടെ നിന്ന് നല്ല അടിപൊളി പ്ലെയിൻ വരുന്നുണ്ട്. നോക്കിയിട്ട് ഒരു കൂട്ടി വിട്ടോ? അതൊന്നുമില്ല, അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ കണ്ട ഫ്ലൈറ്റൊക്കെ ഇല്ലേ, അതിവിടെ വന്നിട്ട് ഈ സ്കെച്ച് ഫ്ലൈറ്റ് സ്കാനർ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ആ വാളിലേക്ക് അയച്ചു വരുന്നത്. നമ്മൾ ക്രിസ്റ്റൽ യൂണിവേഴ്സിറ്റിയാണ് പോകുന്നത്. ബാഗൊക്കെ മുന്നിലിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുന്നു. കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. എനിക്ക് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് എക്സിറ്റൊക്കെ മനസ്സിലാവുമായിരിക്കും. ഇത് ഇങ്ങനെ LED സ്ട്രിപ്സ് ഇങ്ങനെ ഇട്ടേക്കോ കേട്ടോ. മിറർ ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കിൽ മിറർ കുറേ ഉണ്ട്. ഞാനിപ്പോൾ ക്രിസ്റ്റൽ യൂണിവേഴ്സിൻ്റെ ഉള്ളിലെത്തി. ഇതൊരു അടിപൊളി സംഭവം തന്നെ. എന്തായാലും ക്രിസ്റ്റൽസിൻ്റെ കുറേ LED സ്ട്രിപ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ ആംഗിൾ ഇങ്ങനെ മിറേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു ഇൻഫിനിറ്റ് ക്രിസ്റ്റൽസിൻ്റെ ഒരു ഫീല് കിട്ടുന്ന ക്വൈറ്റ് എ ഹ്യൂജ് റൂമാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ. നമ്മുടെ മുന്നിൽ ഒരു കുട്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ക്യൂ ഒക്കെ കുറച്ച് നേരം സ്റ്റക്കായിപ്പോയി. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇതും കണ്ട് ഇങ്ങനെ മെല്ലെ നിൽക്കാം നമുക്ക് അതിൻ്റെ അകത്ത്. ഇങ്ങനെ ഓരോ സെക്കൻഡ്സിലും ഒന്നിക്ക് അത് ഫുൾ കളർഫുള്ളായിട്ട് വരും, അല്ലെങ്കിൽ ഒരു സിംഗിൾ കളറിൽ അടിപൊളി പാറ്റേൺസിലായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്ന എന്താ പറയുക, ശരിക്കും ഒരു ഇൻഫിനിറ്റായിട്ട് നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ എൻഡ് കാണാൻ പറ്റാത്ത പോലെയാണിത് ഉള്ളത്. നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിച്ച റിഫ്ലക്ഷനും റിഫ്രാക്ഷനൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത് സയൻസ് ബിഹൈൻഡ് ദിസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ വേറെ വേർഷൻസൊക്കെ ഇന്ത്യയിലുണ്ട് കേട്ടോ. ലൈക്ക് മിറേഴ്സ്, ഇൻഫിനിറ്റ് മിറേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് കാണാൻ പറ്റാത്ത മിറർ മേസസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ വേറെ വേർഷൻസൊക്കെ നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ പ്ലാനറ്റോറിയത്തിൽ നമ്മൾ കോഴിക്കോട് തന്നെ ഇത് കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സെയിം അല്ല, പക്ഷേ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് ദിസ്. അങ്ങനെ അവസാനമായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ആർട്സ് ആൻഡ് സയൻസ് സെൻറ്ററിനോട് വിട പറഞ്ഞു ഗൈസ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇറ്റ് വാസ് എ റിയലി അമേസിങ് എക്സ്പീരിയൻസ്. സയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും സിംഗപ്പൂർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്ന് ഇത് കാണണം. പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് കറങ്ങാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാനിവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലഞ്ച് കഴിക്കാൻ എവിടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുതരാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ.